പത്തനംതിട്ട കോന്നിയിലെ 13 വയസ്സുകാരുടെ വ്യാജ പീഡന പരാതി പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും കസ്റ്റഡിയിലെടുത്ത യുവാവ്. വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും 13 വയസ്സുകാരുടെ വ്യാജ പീഡന പരാതിയിലാണ് ഇപ്പോൾ യുവാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ഇപ്പോൾ പറയുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, നമ്മളെ ഇപ്പോൾ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കേസായിരുന്നു 2 ദിവസം മുമ്പ് പത്തനംതിട്ട കൂടലിലെ ഈ 13-കാരിയുടെ വ്യാജ പീഡന പരാതി. ഇപ്പോൾ ആ വൈദ്യപരിശോധനയിൽ പീഡനം നടന്നിട്ടില്ലെന്നും കുട്ടി ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ താൻ കളവാണെന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം നമുക്ക് ആ വാർത്ത ലഭ്യമാണ്. ഇതിനോട് ഇടയിലാണ് അരുണിമ ഇപ്പോൾ ഈ ക്രൂരമായ ഈ മർദ്ദനം ഇപ്പോൾ യുവാവ് ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞ ഈ വ്യാജ പരാതിയിലെ ക്രൂരമായ പീഡനം ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഒരു യുവാവ് ഇപ്പം രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് കൂടൽ പോലീസ് 2 കേസാണെന്ന് രജിസ്റ്റർ ചെയ്ത് 2 ബോക്സ കേസ്. 1 ശുചിമുറിയിലും 2 ഈ പീഡനത്തിന് വ്യാജ പരാതിയിൽ പീഡനത്തിന് ഇരയായ കുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള ആ 2 പരാതിയിൽ 6 പേരെയാണ്. ആ 4 കുട്ടികള് ചെറുതും ബാക്കി 2 പേര് മുതിർന്നവരുമാണെന്നാണ് അന്ന് തന്നെ നമുക്ക് ലഭ്യമായ വിവരം. അതിലെ 20 വയസ്സുള്ള ഒരു യുവാവിനെയാണ് അദ്ദേഹം ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3-ാം തീയതി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കുട്ടികളോടൊപ്പം തന്നെ ഇദ്ദേഹം വിവാഹിതനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് കുട്ടികളോടൊപ്പം തന്റെ വീട്ടിലെ കുട്ടികളോടൊപ്പം തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ പോലും പുറത്തുവിടാതെ വളരെ നമുക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാത്ത അതെല്ലാം തരമായിട്ടുള്ള ക്രൂര പീഡനമാണ് ഈ യുവാവിന് ഏൽക്കേണ്ടി വന്നത്. അതായത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ലിവർ ഉപയോഗിച്ച് കൈയുടെയും കാലുകളുടെയും നഖങ്ങളും അത് ബലമായി അമർത്തുക, കൈയും കാലും കെട്ടിയിട്ട് തിരിച്ചു പിടിക്കുക, ആ ചെവിയും തലമുടിയും ഒക്കെ ചുറ്റുക, അങ്ങനെ അതിക്രൂര മർദ്ദനമേറ്റിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് ഈ യുവാവിനെ 2 ദിവസം അന്യമായി തടങ്കലിട്ടതിന് ശേഷം പുറത്തുവിട്ടതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്രൂര മർദ്ദനം, വ്യാജ പരാതിയുടെ പീഡനത്തിന്റെ പേരിൽ പോലീസ് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 2 സ്വകാര്യ പരിപാടികളിൽ തിരുവല്ലയിലും മല്ലപ്പള്ളിയിലും എത്തുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാധ്യമങ്ങളെ അദ്ദേഹം ഒരുപക്ഷെ കാണുമായിരിക്കും. ഈ വിഷയത്തിൽ എന്ത് നടപടിയായിരിക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മന്ത്രിയുടെ കീഴിൽ ഉണ്ടാകുന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അരുണിമ. ശരി, വ്യക്തമാണ്. പത്തനംതിട്ടയിലെ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡന പരാതിയിലാണ് ഇപ്പോൾ യുവാവ് രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസ് ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നാണ് യുവാവ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നതെന്ന് യുവാവ് പറയുന്നു. ഇനി എന്ത് നടപടിയാണ് ഇതിന്മേൽ എടുക്കുക എന്ന് തന്നെയാണ് നോക്കേണ്ടത്. വിവരങ്ങൾ നൽകിയത് പ്രസാദ് എം ജെയാണ്.